റെഡിയായോ? പോകാം. എന്തോ ഇട്ടിരിക്കുന്നത് ഇവിടെ നീക്കി നോക്കട്ടെ. ഇത് ഇട്ടോണ്ട് നമ്മളെവിടെ പോകുന്ന? നമ്മളൊരു പാർട്ടിക്ക് പോകുന്ന ഡ്രസ്സാണ് ഇത്. ഇത് ഭയങ്കര ബ്രാൻഡാ, കണ്ടില്ലേ? നോക്ക്. ബ്രാൻഡഡ് ആണോ എന്നുള്ളതല്ല, ഒരു ഒക്കേഷനിന് ഏത് ഡ്രസ് ഇടണമെന്ന് ഇതുവരെ ഇത്ര 13 വയസ്സായില്ലേ, ഇതുവരെ അറിയില്ലേ. പാർട്ടിക്ക് പോകുന്ന പോലെ ഡ്രസ് ചെയ്യണം. നിങ്ങൾ സ്പോർട്സിന് പോകുമ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷൻസിന് കാഷ്വൽ ആയിട്ട് സിനിമ കാണാൻ പോകുമ്പോഴൊക്കെ ഇത് ഇട്ടോ. ബ്രാൻഡാണോ, വില എന്താണ്, അതിലല്ല കാര്യം. ആ ഒക്കേഷൻ എന്ത് ഡ്രസ്സാണ്. ഒരു പാർട്ടിക്കാരും ഇങ്ങനത്തെ ഒരു ഡ്രസ്. ഓ, ഇതൊന്ന് തേക്കായിരുന്നല്ലോ അറ്റ്ലീസ്റ്റ്. തേച്ചിട്ട് പോലും ഇല്ല. എന്തുവാ ഇബ്രാഹിം ഇത്? ഞാൻ മാറ്റിയിടാം, വേറെ ഇടാം. പിന്നെ ഒരിടത്ത് പോകുമ്പോ നമ്മൾ ആ ഒക്കേഷൻ അനുസരിച്ച് ആപ്റ്റ് ആയിട്ട് ഡ്രസ് ചെയ്യണം. കല്യാണ വീട്ടിൽ പോകുമ്പോ മരിച്ച വീട്ടിൽ പോകുന്ന പോലെ, മരിച്ച വീട്ടിൽ പോകുമ്പോ കല്യാണ വീട്ടിൽ പോകുന്ന പോലെ കുറെ ഗോൾഡ് ഒക്കെ ഇട്ട് ഒരു പട്ടുസാരി ഒക്കെ എടുത്തു പോയാൽ എങ്ങനെ ഇരിക്കും? ഭയങ്കര ബോറായിരിക്കത്തില്ലേ? അതേപോലെ തന്നെയാണ് ഓരോ ഒക്കേഷൻ. ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്തിനാ മനുഷ്യര് ടൈ ഒക്കെ ഇട്ട് ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് പോകുന്നത്? നമ്മളൊരു ലുക്കാണ് അതില്. എന്തിനാ ഞങ്ങൾ കോടതിയിൽ പോകുമ്പോ കോട്ടും ഗൗണൊക്കെ ഇടുന്നത്? അത് ഞങ്ങളുടെ ഡ്രസ് കോഡാണ്. അവിടെ നിൽക്കുന്ന മറ്റുള്ളവരിൽ നിന്ന് തിരിച്ചറിയുന്നത്. ഡോക്ടേഴ്സ് എന്തിനാ കോട്ടിടുന്നത് പോലെ എല്ലാവർക്കും ഒരു ഡ്രസ് കോഡ് ഉള്ള പോലെ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ് ചെയ്യാം. കുട്ടികൾ പഠിക്കണം. ഓക്കെ, ഇങ്ങനെ ഇപ്പൊ ശരിയാണ്, ബ്രാൻഡഡ് ഒക്കെ ആയിരിക്കും. ബ്രാൻഡഡ് ആണോ, എത്ര രൂപ വരെയുള്ളതാണ്, അതിലല്ല കാര്യം. ഡ്രസ് നീറ്റ് ആൻഡ് ഡ്രസ് അപ് ടു ദ ഒക്കേഷൻ. അത് മസ്റ്റ് ആണ് കേട്ടോ. പ്ലീസ്. അപ്പൊ നല്ലൊരു ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഒരു. ഓക്കെ.